ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. വൈഭവ് സൂര്യവംശി വീണ്ടും ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇന്ന് ശ്രീലങ്കയ്ക്കെതിരെ ഫൈനലിൽ ഒരു അതിവേഗ 50 നേടിയിരിക്കുന്നു സൂര്യവംശി. വെറും 11 പന്തുകളിൽ നിന്നാണ് 50 പൂർത്തിയാക്കിയത്. അതിലൂടെ ചരിത്രത്തിൽ ഇടം നേടുകയാണ് വൈഭവ് സൂര്യവംശി. ലീഗ് മത്സരങ്ങളിൽ സൂര്യവംശിക്കെതിരെ വളരെയേറെ സ്ലെഡ്ജിങ് നടന്നിരുന്നു. പ്രത്യേകിച്ച് സൂപ്പർ ഓവറിൽ ശ്രീലങ്കയുമായി ഇന്ത്യ പരാജയപ്പെട്ട സമയത്ത് ഇത് തൻ്റെ IPL അല്ല, ഇത് കളം വേറെയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് വിമർശിച്ച് അതിൽ പ്രകോപിതനായി ശ്രീലങ്കൻ പ്ലെയറെ കൈകൊണ്ട് തള്ളിമാറ്റിയ ഒരു വാർത്ത വന്നതാണ്, നമ്മൾ കണ്ടറിഞ്ഞതാണ്. അന്ന് ശ്രീലങ്ക ഒന്ന് ചൊറിഞ്ഞു വെച്ചു. അന്നത്തെ ആ പരിഹാസത്തിനുള്ള മറുപടി ഇന്ന് ബാറ്റ് കൊണ്ട് പലിശ സഹിതമാണ് ശ്രീലങ്കൻ ബൗളേഴ്സിന് സൂര്യവംശി നൽകിയത്. ഒരാളെയും ഒഴിവാക്കിയില്ല. അതിവേഗ 50 നേടി അവിടെയും നിർത്തിയില്ല സൂര്യവംശി തൻ്റെ തേരോട്ടം. ഒരു പക്ഷേ ഇന്ന് അതിവേഗ സെഞ്ചുറിയും സൂര്യവംശിയുടെ പേരിലാകുന്ന റെക്കോർഡിലേക്ക് അടുത്ത് നിൽക്കുമ്പോഴാണ് 29 പന്തിൽ 94 റൺസുമായി സൂര്യവംശി കളം വിടുന്നത്. ഇനി വരാൻ പോകുന്നത് യാതൊരു സംശയവുമില്ല, സൂര്യവംശി എന്ന 15-കാരൻ്റെ ദിനങ്ങൾ തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ IPL മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഒരു പക്ഷേ അന്ന് ആ ഒരു അതിവേഗ സെഞ്ചുറി പിറക്കുമായിരുന്നു. അന്ന് 28 പന്തിൽ 93 റൺസ് എടുത്ത് 29-ാം പന്തിലാണ് സൂര്യവംശി പുറത്തായതെങ്കിൽ ഇന്ന് 28 പന്തിൽ 94 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ 29-ാം പന്തിൽ സിക്സർ പറത്താനുള്ള ശ്രമത്തിൽ ബൗണ്ടറിയിൽ ക്യാച്ചെടുത്തുകൊണ്ടാണ് സൂര്യവംശി പുറത്താകുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, മുൻകാല പല ക്രിക്കറ്റർമാരുടെയും റെക്കോർഡുകൾ ഇനി സൂര്യവംശിയുടെ പേരിന് നേരെ വരാൻ പോവുകയാണ്. അത്തരത്തിലുള്ള പ്രകടനം തന്നെയാണ് സൂര്യവംശി കളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ സീനിയർ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അയർലൻഡിനെതിരെ വരാൻ പോകുന്ന മത്സരങ്ങളിൽ കണ്ടറിയണം എന്തെല്ലാം അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ശ്രീലങ്കൻ പ്ലെയേഴ്സിൻ്റെ ആ ചൊറിച്ചിലിനുള്ള മറുപടി വളരെ കൃത്യമായി കൊടുത്തതിൽ ഇന്ത്യൻ ആരാധകരും ലോക ക്രിക്കറ്റ് ആരാധകരും സന്തോഷവാന്മാർ തന്നെയാണ്. അത്തരത്തിലുള്ളൊരു മാസ് പ്രകടനം തന്നെയായിരുന്നു ഫൈനൽ പോലത്തെ ആ ഒരു വേദിയിൽ സൂര്യവംശി നടത്തിയത്. സൂര്യവംശിയുടെ ആ 96 റൺസിൽ 10 ഫോറുകളും 8 സിക്സുകളും അടങ്ങിയിരുന്നു. ഒരു അത്യുജ്വല അതിമാരക ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്ന് ഫൈനൽ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 15-കാരൻ വൈഭവ് സൂര്യവംശി കാഴ്ചവെച്ചത്. സൂര്യവംശിക്ക് പുറമെ പ്രിയാൻഷ് ആര്യ 39 റൺസ് എടുത്തു, ഗെയ്ക്വാദ് 40 റൺസ് എടുത്തു, ക്യാപ്റ്റൻ തിലക് വർമ്മ 67ഉം കുമാർ കുശാഗ്ര 36 റൺസും എടുത്തു. അവസാന ഘട്ടത്തിൽ വിബ്രാജ് ദിഗം 27 റൺസും അങ്കുൽ റോയ് 39 റൺസും നേടുകയുണ്ടായി. അങ്കുൽ റോയ് വെറും 15 പന്തിൽ നിന്നാണ് അവസാന നിമിഷത്തിൽ 39 റൺസ് നേടിയെടുത്തത്. 4 സിക്സും 1 ഫോറും അടങ്ങുന്നതായിരുന്നു അയാളുടെ ഇന്നിങ്സ്. 50 ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ നേടിയത് 9 വിക്കറ്റ് നഷ്ടത്തിൽ 377. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്കയുടെ വിക്കറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യൻ ബൗളർമാർ നേടിക്കൊണ്ടിരുന്നു. ഇന്ത്യൻ ബൗളിങ്ങിൽ നിന്ന് യാഷ് താക്കൂർ 3 വിക്കറ്റുകളാണ് നേടിയെടുത്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് അവിഷ്ക ഫെർണാണ്ടോയുടെ തന്നെയായിരുന്നു. ശ്രീലങ്കൻ നിരയിൽ ഏറ്റവും അപകടകാരിയായ ബാറ്ററാണ് അവിഷ്ക ഫെർണാണ്ടോ. വെറും 3 റൺസിനാണ് ഇന്ന് ഫൈനൽ മത്സരത്തിൽ യാഷ് താക്കൂർ അയാളെ പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് മത്സരത്തിൽ പിടിമുറുക്കാൻ കഴിഞ്ഞതും. എങ്കിൽ പോലും സദീരയും ക്യാപ്റ്റൻ സഹനും കൂടി നല്ലൊരു പാർട്ണർഷിപ്പ് പടുത്തുയർത്തി വിജയപ്രതീക്ഷയിലേക്ക് വന്നതാണ്. പക്ഷേ അവിടെയും ഇന്ത്യൻ ബൗളർമാർ വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് വീണ്ടും ശ്രീലങ്കയെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു. പിന്നീട് വനുജ സഹൻ 69ഉം വിജയകാന്ത് 39ഉം റൺസ് എടുത്ത് വാലറ്റത്ത് പൊരുതി നിന്നപ്പോൾ 311 എന്ന സ്കോറിലേക്ക് ശ്രീലങ്കയ്ക്ക് എത്താൻ സാധിച്ചു എന്ന് മാത്രമാണ് ആശ്വാസകരം. 63 റൺസിൻ്റെ പരാജയമായിരുന്നു. 47.1 ഓവറിൽ 10 വിക്കറ്റുകളും ശ്രീലങ്കയ്ക്ക് നഷ്ടമായി. ഇന്നത്തെ ഫൈനൽ മത്സരത്തിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗംഭീര പ്രകടനം കാഴ്ചവെച്ച വൈഭവ് സൂര്യവംശി തന്നെയാണ്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.